അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ 2ാം ക്ലാസ്സിലെ അഖീദയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി മനസ്സിലാക്കി പരീക്ഷയ്ക്ക് നല്ലതുപോലെ തയ്യാറാകാം. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം ശരിക്ക് ശരി എന്ന് നൽകാം. ഇവിടെ ഓരോ ചോദ്യത്തിനും 2 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ശരിയായതിലേക്ക് ശരിയെന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 1, ഈ ലോകം നശിക്കുന്ന നാളിന് പറയും ഖിയാമത്ത് നാൾ. ചോദ്യം 2, സൂറിൽ ഊതുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ചോദ്യം 3, അല്ലാഹു കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഇടും ദുർജനങ്ങളെ. ചോദ്യം 4, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടു. ചോദ്യം 5, നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ്. ചോദ്യം 6, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ചോദ്യത്തിന് ഉത്തരമായി ഇവിടെ ഒരു കോളത്തിൽ ബ്രാക്കറ്റിലായിട്ട് പദങ്ങൾ നൽകിയിട്ടുണ്ട്. അവ ഏതാണോ ശരി എന്ന് നോക്കി യോജിച്ചത് ചേർത്ത് എഴുതണം. ചോദ്യം 1, നമ്മുടെ നബിയുടെ ഗോത്രം ഖുറൈശ്. ചോദ്യം 2, നമ്മുടെ നബിയുടെ വംശം ഹാഷിം. ചോദ്യം 3, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മദീനയിലേക്ക്. ചോദ്യം 4, 63 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ചോദ്യം 5, പരമ വിശ്വസ്തരാണവർ അംബിയ മുർസലുകൾ. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബിയാണ്. ചോദ്യം 2, ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ നബി. ചോദ്യം 3, ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ. ചോദ്യം 4, മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ഖദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക്. ഉത്തരം ഖലാ. ചോദ്യം 2, ഒരു കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് നീ പറയരുത് എന്നത് പറയാതെ എന്ത് പറയാതെ. ഉത്തരം ഇൻഷാ അല്ലാ എന്ന് പറയാതെ. ചോദ്യം 3, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക്. ചോദ്യം 4, മുസ്ലിംകൾ ആരാണ്? ഉത്തരം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിംകൾ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമാണ്. ചോദ്യം 2, എന്ത് ഗുണം ലഭിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയണം. ചോദ്യം 3, മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1, ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങളിൽ 2 എഴുതുക. നമുക്ക് ഈമാൻ കാര്യങ്ങൾ നോക്കാം. അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക, അവസാന നാളിൽ വിശ്വസിക്കുക, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും
അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക. ഇതിൽ നിന്ന് 2 എഴുതുക. ചോദ്യം 2, കിതാബുകൾ. 4 കിതാബുകളിൽ നിന്ന് 2 കിതാബുകളുടെ പേര് എഴുതുക. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. ഇവയിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.